പണം എന്നത് വെറും കണക്കുകളോ നോട്ടുകളോ നാണയങ്ങളോ അല്ല. സ്ക്രീനിലോ പേഴ്സിലോ കാണുന്ന അക്കങ്ങളോ പേപ്പറുകളോ മാത്രമല്ല. അത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കഥയാണ്. വിശ്വാസം, വികാരങ്ങൾ, മനഃശാസ്ത്രം ഇവയാണ് സാമ്പത്തിക സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ന് പണത്തിന്റെ മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രത്തിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പണം വെറും പേപ്പർ. വിശ്വസിച്ചെങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. ഒരു പേപ്പറിൽ അക്കങ്ങൾ അച്ചടിച്ചാൽ അതിന് സ്വതന്ത്രമായ വിലയില്ല. അതിന് ശക്തി നൽകുന്നത് നമ്മളുടെ കൂട്ടായ വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ ആ സമ്പൂർണ്ണ സംവിധാനം പൂർണ്ണമായി തകർന്നു പോകും. എന്തുകൊണ്ട് പണം വ്യക്തിപരമാകുന്നു എന്നതിൽ ചിഹ്നങ്ങൾ വലിയ പങ്ക് വഹിക്കും. നാണയങ്ങൾ, നോട്ടുകൾ, ബാങ്ക് ആപ്പിലെ ബാലൻസ് ഇവയെല്ലാം സുരക്ഷ, വിജയം, സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ നമ്മളിൽ വികാരങ്ങളെ ഉണർത്തുന്നു. അഭിമാനം, ആശങ്ക, ആവേശം. അതുകൊണ്ടാണ് സാമ്പത്തിക തീരുമാനങ്ങൾ പലപ്പോഴും വ്യക്തിപരമായി മാറുന്നത്. പണത്തിന്റെ തീരുമാനങ്ങളിൽ നമ്മുടെ തലച്ചോറിന് ഒത്തിരി കളികളുണ്ട്. ഇനി ആ കളികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, കിട്ടുന്ന സന്തോഷത്തെക്കാൾ നഷ്ടപ്പെടുമെന്ന ഭയം നമ്മളെ കൂടുതൽ പേടിപ്പിക്കും. ആങ്കറിങ് എന്നതിലൂടെ നമ്മൾ ആദ്യം കണ്ട വിലയിൽ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നു. പിന്നീട് നല്ല ഓഫറുകൾ കണ്ടാൽ പോലും മനസ്സ് ആദ്യത്തെ വിലയെ തന്നെ സത്യമായതും ശരിക്കുള്ളതുമായ വിലയായി കരുതുന്നു. സോഷ്യൽ പ്രൂഫ്, മറ്റുള്ളവർ എന്തു വാങ്ങുന്നു, എവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്ന് നോക്കി അതുവഴി നമ്മളെയും അതിലൂടെ നടത്താനായി ശ്രമിക്കുന്നു. കൂട്ടത്തെ പിന്തുടരാൻ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് പകരം വികാരങ്ങൾ നിറവേറ്റുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ മനുഷ്യർ എടുക്കുന്നത്. പണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പല കഥകളുമുണ്ട്. ഇനി അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം വെറും കണക്കോ നമ്പറുകളോ അല്ല, അത് കഥകളാണ്. സർക്കാർ, ബാങ്കുകൾ, സമൂഹങ്ങൾ എല്ലാവരും സ്ഥിരത, വളർച്ച, പ്രതിസന്ധി എന്നിവയെക്കുറിച്ചുള്ള കഥകൾ പറയും. ആ കഥകൾ നമ്മളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും. സംരക്ഷിക്കണോ, ചെലവഴിക്കണോ, നിക്ഷേപിക്കണോ? ഒടുവിൽ ആ പണം വെറും അക്കങ്ങളോ പേപ്പറുകളോ മാത്രമല്ല, അത് നമ്മളുടെ മനഃശാസ്ത്രത്തിലും നമ്മൾ പറയുന്ന കഥകളിലും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറും. ചിലപ്പോഴൊക്കെ ഡിജിറ്റൽ പണം ഈ സ്പർശനം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ നമ്മളിൽ വിശ്വാസം വളർത്തുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഓൺലൈനായി പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഭൗതികമായി ഒന്നും മാറ്റപ്പെടുന്നില്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് ചിഹ്നങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസത്തിലുള്ള ആഴത്തെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു കാപ്പി കുടിച്ചതിന് ശേഷം അതിനുള്ള പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാധനം വാങ്ങിച്ചതിന് ശേഷം അതിനുള്ള പൈസ കൊടുക്കുന്നത് എന്നിവ മനഃശാസ്ത്രപരമായ വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. പണം കൈമാറുന്ന പ്രവൃത്തി, മാറ്റം, നീതിയുള്ള ഇടപാട്, മൂല്യം എന്നിവയെ ശക്തിപ്പെടും. ഈ ചെറിയ ചടങ്ങുകളാണ് വലിയ പണം എന്ന സംവിധാനത്തെ ജീവനോടെ നിലനിർത്തുന്നത്. അവസാനമായി, പണം വെറും സാമ്പത്തികം മാത്രമല്ല, അത് മനഃശാസ്ത്രമാണ്. വിശ്വാസം, ചിഹ്നങ്ങൾ, ഏകപക്ഷീയമായ ധാരണകൾ, കഥകൾ ഇവയെല്ലാം നമ്മളെ ബന്ധിപ്പിക്കുന്നു. ഇതാണ് സാമ്പത്തിക സംവിധാനങ്ങളെ ശക്തമാക്കുന്നത്. ഓർക്കുക, നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അർത്ഥത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അർത്ഥമാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. പണവുമായി ഞാൻ പങ്കിട്ട മനോഭാവങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അനുഭവവേദ്യമായി തോന്നിയത് ഏതാണ്? കമന്റിലൂടെ പറയുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.